മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ആ വാർത്ത എന്ന് വെച്ചാൽ കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. വിജിലൻസിന്റെ പിടിയിലായ തമ്മന സ്വദേശി വിൽസണും രാജസ്ഥാൻ സ്വദേശി മുരളിയും ഇടനിലക്കാർ മാത്രമെന്നാണ് കണ്ടെത്തൽ. സർക്കാർ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്നും വിലയിരുത്തലുണ്ട്. തട്ടിപ്പിൽ ED ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കും. സഹിൻ ആന്റണിയുണ്ട് വിവരങ്ങളുമായി. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ് സഹിനെ, ഇതിപ്പം വളരെ ഗുരുതരമായ കണ്ടെത്തലിലേക്കാണല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥരെ സംശയിക്കുന്നുണ്ട്, ഇനി ED ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഈ ഇടനിലക്കാർ മാത്രമല്ല, കണ്ണികൾ വേറെയും പുറത്തുണ്ട് എന്ന വിലയിരുത്തലിലേക്കാണ് എത്തുന്നത്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. കാരണം സേതു, ഇതൊരു കശുവണ്ടി വ്യവസായിയായിരുന്നു കൊല്ലത്തുള്ള. ഈ കശുവണ്ടി വ്യവസായിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഇയാൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ഇയാൾക്ക് ഇടനിലക്കാരൻ വിൽസന്റെ, തമനം സ്വദേശിയായിട്ടുള്ള വിൽസന്റെ ഫോൺ കോൾ എത്തുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതി തീർത്തു തരാം, പക്ഷേ കുറച്ച് പണം കൊടുക്കേണ്ടി വരുമെന്നുള്ളതായിരുന്നു ആദ്യം. പിന്നീട് ഇവർ തമ്മിൽ കൂടുതൽ സംസാരിക്കുകയും ഏറ്റവും ഒടുവിൽ 2 കോടി രൂപ ആവശ്യപ്പെടുകയാണ്. അത് 50 ലക്ഷം രൂപയായി 4 തവണ നൽകണമെന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഒരു അക്കൗണ്ട് നമ്പർ നൽകും. എന്നാൽ ഈ കശുവണ്ടി വ്യവസായിക്ക് ഈ പണം നൽകാൻ താല്പര്യമില്ലായിരുന്നു. ഇതേ തുടർന്നാണ് കശുവണ്ടി വ്യവസായി വിജിലൻസിനെ സമീപിച്ചത്. എന്തായാലും വിജിലൻസ് അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് 2 ലക്ഷം രൂപ വിജിലൻസ് നൽകി ഈ വിൽസനെയും ഒപ്പം തന്നെ രാജസ്ഥാൻ സ്വദേശിയായിട്ടുള്ള ഈ മുരളിയെയും, ഈ 2 പേരെയും പിടികൂടുകയായിരുന്നു. ഈ പിടികൂടിയപ്പോഴാണ് വിജിലൻസിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഇത് വെറുതെ നടന്നിരിക്കുന്ന ഒരു തട്ടിപ്പല്ല, ഇതിന് പിറകിൽ വലിയൊരു സംഘമുണ്ടെന്ന് മനസ്സിലാകുന്നത്. കാരണം മുൻപും ഇവർ പല ആളുകളെയും ഇത്തരത്തിൽ തട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയെ ചോദ്യം ചെയ്ത വിവരം പുറത്തുപോയത്? ഇത് കശുവണ്ടി വ്യവസായി തന്നെ ആരെങ്കിലോട് പറഞ്ഞതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ വിൽസനും മുരളിക്കും വിവരങ്ങൾ ലഭിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വിജിലൻസിന് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് വിജിലൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ മുൻപും ഈ അക്കൗണ്ടിലേക്ക് കൂടുതൽ പണം വന്നിട്ടുണ്ട്. ആ പണം ആരൊക്കെയാണ് വീതിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വിജിലൻസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മുരളിയും വിൽസനും, ഇവർ 2 പേരും വെറും ഇടനിലക്കാർ മാത്രമാണെന്നുള്ളൊരു വിലയിരുത്തലാണ് കസ്റ്റംസിനുള്ളത്. ഇത് വലിയൊരു സംഘം, വലിയൊരു ഗൂഢസംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി ഗുരുതരമായ കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ അറസ്റ്റിലേക്ക് വിജിലൻസ് കടക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.